പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ മറുപടി പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ടയെടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? പാസ്സാവില്ലെന്ന് നമ്മൾ തന്നെ ഉറപ്പിച്ച ചില പരീക്ഷകൾ അവൻ്റെ ആത്മാവിൻ്റെ നിറവിനാലും അഭിഷേകത്താലും തരണം ചെയ്യാൻ സാധിച്ച ഒരു പൂർവ്വകാലത്തെ മറന്നുകൊണ്ടാണ് ജോലിയില്ലാത്തതിൻ്റെ കുറച്ച് നാളുകൾ നമ്മളിങ്ങനെ നിരാശയിൽപ്പെട്ട് കർത്താവിനെ വിട്ടു നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇത്രയും കാലമായിട്ട് നടക്കാതിരുന്ന ഒരു വിവാഹം, പലവിധ തടസ്സങ്ങൾ, പല പ്രതിബന്ധങ്ങൾ, പക്ഷെ അതെല്ലാം അതിജീവിച്ച് തെറ്റിനെയും മറികടന്ന് കർത്താവ് എനിക്ക് ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന ആ നല്ല ദിവസത്തിൻ്റെ ഓർമ്മ മായ്ച്ചു കളഞ്ഞിട്ടാണ് 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെട്ട് കർത്താവിനെ പഴി പറയുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ എത്ര കുട്ട നിറയെ 5 അപ്പം 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ എത്ര കുട്ട നിങ്ങൾ നിറച്ചെടുത്തതാണ്? കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നിട്ട് നമ്മളിപ്പോഴും ഇങ്ങനെ കിട്ടാത്തതിനെ കുറിച്ച് എന്താ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണേ? ഒരപ്പം എടുക്കാത്തതിനെ കുറിച്ചാണെന്ന് ഓർത്ത് അവര് പരസ്പരം സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാണുന്നത്. കർത്താവെ, അങ്ങ് തന്ന നന്മകളെ മറന്നു പോയിട്ടുണ്ട്. അത് മറന്നിങ്ങനെ ജീവിതത്തിൽ പരാതികളുമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതു ദിവസമാണ് പരാതിയില്ലാതെ നമ്മൾ അവസാനിപ്പിച്ചേക്കണേ? ഏത് ദിവസമാണ്, എപ്പോഴാണ് പള്ളിയിൽ പോകാൻ നേരത്തെ ആവശ്യങ്ങളും പരാതികളും ഇല്ലാതെ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നേക്കണേ? നന്ദി പറഞ്ഞ് ജീവിക്കേണ്ടതിന് പകരം കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? അവരിനി വരും, അവർ വരും. അടുത്ത പ്രശ്നം വരുമ്പോൾ അവർ കർത്താവിൻ്റെ അടുത്ത് വരും. അതല്ലാതെ നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് ഇത്രയും നാൾ കർത്താവ് നടത്തിയ വഴികളെ, പരിപാലനകളെ മറന്ന് നമ്മളിപ്പോൾ ഈ അടുത്ത ഒരു പ്രശ്നത്തെ നോക്കിയിട്ട് അഡ്രസ്സ് ചെയ്ത് കർത്താവിനോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് മഹാമാരികൾ കൊണ്ട് ഈജിപ്തിനെ ഞെരുക്കി പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പരിപാലനയെയും മഹാശക്തിയെയും കുറിച്ച് ധ്യാനിക്കാതെ അവർ ഈ കടലിൻ്റെ മുൻപിൽ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ കടലിൽ മുങ്ങിച്ചാവാനാണോ, അല്ലെങ്കിൽ ഇവരുടെ വെട്ടേറ്റ് മരിക്കാനാണോ കർത്താവ് ഞങ്ങളെവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് മറന്നുപോയത് അവിടുത്തെ പരിപാലനയാണ്. അത് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇവരോട്. ഈജിപ്തിൽ വെച്ചും മരുഭൂമിയിൽ വെച്ചും എൻ്റെ മഹത്വം കാണുകയും ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ ദർശിക്കുകയും ചെയ്തിട്ടും വീണ്ടും 10 പ്രാവശ്യം നിങ്ങളെന്നെ പരീക്ഷിച്ചതിനാൽ എത്ര കാലം ഈ ജനത എന്നെ പ്രകോപിപ്പിക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ ചോദ്യം. കാനാൻ ദേശം ഒരുക്കി വെച്ചേക്കാണ് കർത്താവെ. കാനാൻ ദേശം ഒരുക്കി വെച്ചിട്ട് അത് കാണാൻ പോകാനായിട്ട് 12 പേരെ വിട്ടു. അവിടെ ചെന്നിട്ട് ഈ മനുഷ്യർ തിരിച്ചു വന്നത് ഈ ഫലഭൂയിഷ്ടമായിട്ടുള്ള നാടുകളും സുശക്തമായിട്ടുള്ള നഗരങ്ങളെക്കാളും മുകളിൽ ഇവർ കണ്ടത് അനാക്കിൻ്റെ ഗോത്രക്കാരെ, രാക്ഷസന്മാർ. അവരാണ് പിന്നീട് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞ് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നാടല്ല, അവിടെ ജീവിക്കുന്ന ഈ രാക്ഷസന്മാരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ മുൻപിൽ നമ്മൾ വിട്ടിലുകൾ പോലെയാണ്. കർത്താവ് എന്തിനാണ് അവരെ ഇങ്ങനെ കൊല്ലപ്പെടാൻ വേണ്ടി നമ്മളെ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കണേ? ഇത്രയൊക്കെ ചെയ്തു തന്നതല്ലേ കർത്താവ്? പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കർത്താവ് ഇങ്ങനെ കരങ്ങളിൽ കൊണ്ടു നടന്നതല്ലേ, പരിപാലിച്ച് ചേർത്ത് പിടിച്ചതല്ലേ, സ്നേഹപൂർവ്വം ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ചതല്ലേ. എന്നിട്ടും വീണ്ടും പ്രയാസങ്ങൾ വരുമ്പോൾ അതേ കർത്താവിനെ തള്ളിപ്പറയാൻ എങ്ങനെ പറ്റണേ? ഒരു 5 അപ്പത്തിൽ നിന്ന് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ കർത്താവിന് നമ്മുടെ ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മളെ
നമ്മളെ പരിപാലിക്കാൻ പറ്റില്ലെന്നാണോ നമ്മൾ വിചാരിക്കണേ? അത് ഇതിലും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യർ, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടും കരുതൽ കൊണ്ടും അതിനെ അതിജീവിച്ച മനുഷ്യർ ഇതിനേക്കാൾ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുൻപിൽ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നേ? അതാ ചോദ്യം. കർത്താവെ, അങ്ങിൽ പരിപൂർണമായി ആശ്രയിക്കാനും വിശ്വസിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാനായിട്ട്. കർത്താവ്, ഇത്രയും കാലം അങ്ങയെ പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റാതെ പോയതിനെ ഓർത്ത് മനസ്തപിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൽ പരിപൂർണമായി പൂർണ്ണഹൃദയത്തോടുകൂടെ വിശ്വസിക്കുവിൻ, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അപ്പോൾ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുവിൻ, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. ഈ സ്വന്തം ബുദ്ധി വെക്കുമ്പോഴാണ് കർത്താവിന് ഇതെങ്ങനെ നടക്കുമെന്ന് നമ്മൾ ആലോചിച്ച് പോണേ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കറിയാം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി പരിഹരിച്ചിട്ടുള്ളതാണ്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അപ്പോൾ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. എല്ലാ പ്രവൃത്തികളും ദൈവത്തെ വിചാരിക്ക്, കർത്താവിനെ ഓർക്ക്. എനിക്ക് വേണ്ടി നിലകൊണ്ട, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത, എന്നെ ഇങ്ങനെ കരം പിടിച്ച് ബലപ്പെടുത്തിയ കർത്താവിൻ്റെ പ്രവൃത്തികൾ, വിസ്മയനീയമായിട്ടുള്ള പ്രവൃത്തികൾ ഓർത്തെടുക്കുക. അപ്പോൾ നമുക്ക് വഴി തെളിയും, അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞവൻ അന്നും ഇന്നും നമ്മോട് കൂടെ ഉണ്ടെന്നേ. ഭർത്താവ് മരിച്ചതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഭാര്യ ഇനി മുന്നോട്ടൊരു അടി വയ്ക്കാനായിട്ട് പറ്റില്ല എന്നാ പറയണേ. കല്യാണം കഴിയുന്നതിന് മുൻപും കർത്താവ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ മക്കളൊന്നും അനുസരിക്കുന്നില്ല. ഭർത്താവ് മരിച്ചതിൻ്റെ സങ്കടവും ഈ മക്കൾ അനുസരിക്കാത്തതിൻ്റെയും ഒക്കെ പ്രയാസമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എത്രയേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുൻപും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപും ചേച്ചി ജീവിച്ചിരുന്നതല്ലേ. വീട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് സന്തോഷത്തോടെ കർത്താവിൻ്റെ കയ്യും പിടിച്ച് നമ്മൾ ജീവിച്ചിരുന്നതാണ്. അന്നുണ്ടായിരുന്ന കർത്താവ് ഇതാ ഇപ്പോഴും ഉണ്ട്. കുറച്ചു കാലം ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കർത്താവിനെ മറന്നുപോയി എന്നുള്ളതേ പ്രശ്നമുള്ളൂ. അന്ന് കൂടെ ഉണ്ടായിരുന്ന തമ്പുരാൻ ഇന്നും കരം പിടിച്ചൊപ്പം നിൽക്കുന്നുണ്ടെന്നാ പറയണേ. ഉണ്ട്. പിന്നെന്തിനാ പ്രയാസം, പിന്നെന്തിനാ ഭാരം, പിന്നെന്തിനാ ആകുലത, പിന്നെന്തിനാ ഉത്കണ്ഠ, പിന്നെന്തിനാ ഭയം? കർത്താവെ, അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങ് തന്ന നന്മ പ്രവർത്തികളെ ഓർത്തെടുത്ത് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരം കൂപ്പി കണ്ണു നിറഞ്ഞു നിൽക്കാനും മാത്രം കാരണങ്ങളും അനുഗ്രഹങ്ങളും ഓരോ ദിവസവും കർത്താവ് തന്നിട്ടും നമുക്കിപ്പോഴും പരാതികൾ മാത്രമാണല്ലോ. നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്ന് വെറുതെ പാടിയാൽ പോരാ. അതിങ്ങനെ അർത്ഥം മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങണം. നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊന്ന് എഴുതി വയ്ക്കാൻ തുടങ്ങിയാൽ ഈ ആയുസ് മതിയാവില്ല തന്നെ. അത്രയ്ക്കുണ്ട്. ആ കർത്താവിലേക്ക് ആശ്രയിക്കുക. അവിടെ നിന്ന് നമ്മളെ കരുതുക തന്നെ ചെയ്യും. കൈവിടാതെ കൂട്ടു നടക്കുക തന്നെ ചെയ്യും. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ